ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടമാണ്. അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിച്ചാണ് അത് കണ്ടെത്തേണ്ടത്. സുരക്ഷാ വീഴ്ചയാണോ അല്ലെങ്കിൽ ചൂടിൻ്റെ കാഠിന്യമാണോ? ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. എന്തായാലും എന്താണ് കാരണം, അപകട കാരണമെന്ന് അന്വേഷിക്കണം. ഇനി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സുരക്ഷാപരമായ നടപടികൾ മുൻകൂട്ടി സ്വീകരിക്കണം. വെടിക്കെട്ട് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനാവശ്യമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് നന്നായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സമീപ 1-2 വർഷങ്ങളിൽ അതിന് വീഴ്ച പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. മനുഷ്യജീവന് അപകടകരമായ രീതിയിലുള്ള ഒരു കാര്യവും നടക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. പിന്നെ ഇപ്പോൾ മുഴുവൻ ആളുകളെ കുറച്ച് പേര് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടാണ് വെന്റിലേറ്ററെല്ലാം കിടക്കുന്നവരുണ്ട്. അവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് സഹായിക്കണം. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം കൊടുക്കണം. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ജോലിക്ക് വരുന്നത്. അവർ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്, അപകടകരമായ ഈ ജോലിക്ക് വരുന്നത്. അപ്പോൾ അത്രയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ കുടുംബത്തെ എല്ലാം താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അത് സ്വീകരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമോ എന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു മെക്കാനിസം, ഒരു സംവിധാനം ഉണ്ടാക്കി സുരക്ഷാ പരിശോധനകൾ മുൻകൂട്ടി നടത്താനും കുറേ കൂടി കർശനമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അത് പരിഹരിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തെ ഞടുക്കിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇത്. ഏറ്റവും അവസാനമായി പുറ്റിങ്ങൽ അപകടത്തെ പറ്റിയാണ് ഞാൻ ഓർത്തത്. 101 പേരാണ് അന്ന് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത്. അന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞങ്ങളന്ന് വളരെ കർശനമായി പിന്നീട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് തൃശ്ശൂർ പൂരത്തിനും പാവർട്ടിയിലെ പള്ളിയിലെ പെരുന്നാളിനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇളവുകൾ പിന്നീട് വരുത്തുകയുണ്ടായി. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ വെടിക്കെട്ടിനുള്ള സൗകര്യങ്ങൾ ഒരുക്കരുതെന്ന്. പക്ഷേ കാലാന്തരത്തിൽ പിന്നീട് അതെല്ലാം മാറി. ഇപ്പം ഇത്രയും വലിയൊരു വെടിക്കെട്ട് നുള്ള സാമഗ്രികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്, പെരുന്നാൾ നടക്കുന്നുണ്ട്, കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും, വെടിക്കെട്ടുണ്ടാകും. പക്ഷെ ആ സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും സ്വയം സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കണം. ഇത്തരം വിഷയങ്ങളെപ്പറ്റിയെല്ലാം ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മേലിൽ ഇനിയും ഇത്തരം ഒരു അപകടം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയുന്നത്. അതുതന്നെ കേന്ദ്ര ഗവൺമെൻറ് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് ശരിയല്ല, അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയാണ് കൊടുത്തത്, അതും വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ അവരുടെ കുടുംബത്തെ താങ്ങി നിർത്തണം. ഇവിടെ വാസ്തവത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ ഈ ജോലി ചെയ്യാൻ വരുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അനാഥമായ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം. DNA ടെസ്റ്റ് എത്രയും വേഗത്തിലാക്കണം. സാധാരണഗതിയിൽ DNA ടെസ്റ്റ് താമസം ഉണ്ടാകും. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വേഗതയിൽ ബോഡികൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നടപടി കൂടി ഉണ്ടാകണം. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. ഇത്തരമൊരു സംഭവം നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പുറ്റിങ്ങൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. പുറ്റിങ്ങൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് തൃശ്ശൂർ പൂരം, പാവർട്ടിയിലെ പള്ളി, ഇതെല്ലാം നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പിന്നീടാണ് ആ നിയന്ത്രണങ്ങളിൽ ഓരോ കാലത്തും അതിൻ്റെ അയവുകൾ വരുത്തുകയാണ് ഉണ്ടായത്. അത് ചെയ്യാൻ പാടില്ല. കർശനമായ നിയന്ത്രണത്തോടു കൂടി വേണം ഇത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഇത് വെടിക്കെട്ട് വേണ്ട, പൂരം വേണ്ടെന്നൊന്നും
നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ്. അത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇനിയും ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുറ്റിക്കൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറ്. നമ്മുടെ നാടിനെ ഞെട്ടിച്ചതും ദുഃഖത്തിലാഴ്ത്തിയതുമായിട്ടുള്ള വളരെയേറെ ഗുരുതരമായ സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്.